പ്രിയമുള്ളവരെ, ഇന്ന് ഒരു സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഇപ്രകാരം ഒരു സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്ന ദുരവസ്ഥയിലാണ് ഞാൻ എന്നതായിരിക്കും വസ്തുത. നമുക്കറിയാം, നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഒരു പുതിയ വിൽപ്പന ചരക്കുമായി വിപുൽ ഷാ എന്ന ഒരു സിനിമാ സംവിധായകൻ കേരളത്തെക്കുറിച്ചുള്ള കഥ പറയുകയാണ്. ദി കേരള സ്റ്റോറി എന്ന പേരിൽ ഒരു സിനിമ അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തെയും സാംസ്കാരിക നിലവാരത്തെയും വിദ്യാഭ്യാസ പ്രബുദ്ധതയെയും മലീമസമാക്കാൻ വേണ്ടിയുള്ള ഒരു കുൽസിത ശ്രമം നടത്തുകയാണ്. പക്ഷേ അതിവിടെ വിജയിക്കില്ല. ഇത് കേരളമാണ്, വിദ്യാസമ്പന്നരുടെ നാടാണ്, 100% സാക്ഷരത നേടിയ നാടാണ് എന്നു മാത്രമല്ല മതസൗഹാർദ്ദത്തിൻ്റെ നാടാണ്. വിദ്യാഭ്യാസത്തിലൂടെ, തൊഴിലിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ചേർന്നൊരു ജനവിഭാഗമാണ് മലയാളികൾ. ആ മലയാളികൾ നോക്കിക്കാണുന്നത് സാഹോദര ബുദ്ധിയോടുകൂടിയാണ് മനുഷ്യനെ കാണുന്നത്. ആ മലയാളികളുടെ ഇടയിലേക്ക് ഒരു പുതിയ വിൽപ്പന ചരക്കുമായി എത്തുകയാണ് വിപുൽ ഷാ എന്ന സിനിമാ സംവിധായകൻ. ദി കേരള സ്റ്റോറി, കേരളത്തിൻ്റെ സ്റ്റോറി പറയാൻ വരികയാണ്. സ്റ്റോറി എന്താണ്? കഥയാണ്. കഥ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് ചരിത്രമല്ല. ചരിത്രമാണെങ്കിൽ ഇന്ന ദിവസം ഇന്നയിടത്ത് ഇന്ന സംഭവം നടന്നു എന്ന് വസ്തുനിഷ്ഠമായി പറയാൻ കഴിയുന്നതിനെയാണ് ചരിത്രം എന്ന് പറയുക. പുരാണമോ അത് കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിലായിരിക്കും പുരാണം പറയുക. അതിലും കുറേ വിശ്വാസ്യതയുണ്ട്. പക്ഷേ കഥ എന്ന് പറയുമ്പോൾ ഭാവനയിൽ സൃഷ്ടിച്ചെടുക്കുന്നതാണ്. ആ ഭാവനയിൽ സൃഷ്ടിച്ചെടുക്കുന്ന കഥയുമായി ആണ് ദി കേരള സ്റ്റോറി ഇവിടെ എത്തിയിരിക്കുന്നത്. ഇത് പ്രസിദ്ധീകരിക്കുന്നവർക്ക് തന്നെ, ആ സിനിമ സംവിധാനം ചെയ്യുന്നവർക്ക് തന്നെ അറിയാം ഇത് ശരിയല്ല എന്ന വസ്തുത. അതുകൊണ്ട് തന്നെ ദി ട്രൂ സ്റ്റോറി എന്നാണ് ഹാഷ്ടാഗ് ഇട്ടിരിക്കുന്നത്. ദി ട്രൂ സ്റ്റോറി. എന്തിനാണ് ട്രൂ എന്ന് പറയുന്നത്? സ്റ്റോറിയാണേ സ്റ്റോറിയാ. ട്രൂ സ്റ്റോറി എന്ന് പറയുന്നത് അത് ഒന്നുകൂടെ എംഫസൈസ് ചെയ്യാണ്. എന്തിനാണ്? അത് വിശ്വസിപ്പിക്കാൻ വേണ്ടി. ആ വിശ്വാസം ഈ കൊച്ചു കേരളത്തിൽ നടപ്പാകില്ല. ഇവിടെ ഏത് കോടാലിക്കൈയുമായി വന്നാലും ശരി, ഈ കൊച്ചു കേരളം ഉണ്ടായതിൻ്റെ ഐതിഹ്യം തന്നെ പറയുന്നത് കോടാലിയിൽ തുടങ്ങിയതാണ് ഇവിടുത്തെ ഈ കൊച്ചു കേരളം. നമുക്കറിയാം, ഗോകർണത്ത് നിന്നും കന്യാകുമാരിയിലേക്ക് മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരം പരശുരാമൻ മഴു എറിഞ്ഞ്, കോടാലി എറിഞ്ഞ് രൂപപ്പെട്ടതാണ്. അതോടുകൂടി ഇവിടുത്തെ കോടാലിയും അവസാനിച്ചു. ഇവിടെ തീർച്ചയായും ഇവിടെ മനുഷ്യനാണ്, മനുഷ്യനെ മനുഷ്യരായി കാണുകയാണ്. മതസൗഹാർദ്ദത്തിൻ്റെ നാടുകൂടിയാണ്, അങ്ങനെ പുകൾപെറ്റ നാടുകൂടിയാണ് ഇവിടം. നമുക്ക് നിരവധി ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ തലസ്ഥാന നഗരിയിലേക്കൊന്ന് ചെല്ലുക. ഏതാനും മീറ്ററുകളുടെ അകലത്തിൽ ഈ പ്രധാനപ്പെട്ട 3 മതങ്ങളുടെയും പ്രമുഖമായ ദേവാലയങ്ങൾ, പ്രശസ്തമായ ദേവാലയങ്ങൾ സ്ഥിതി ചെയ്യുക. അവിടെ ഒരു പ്രശ്നവുമില്ല. ഇതേപോലെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്നത് ഭാരതത്തിൻ്റെ മറ്റ് ചില ഇടങ്ങളിൽ താമസിക്കുന്ന പോലെ കോളനികളായി ഓരോ മതവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുകയും ഒക്കെ ചെയ്യുന്ന സംസ്കാരമല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും ഒന്നിച്ച് താമസിക്കുന്ന പ്രദേശമാണ്. അവിടെ പ്രത്യേകിച്ച് ഒരു മതത്തിൽപ്പെട്ടവർ മറ്റൊരു മതത്തിൽപ്പെട്ടവർക്ക് അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, വേഷവിധാനങ്ങൾ അനുകരിക്കുക, അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ കൈമാറുക, അതുപോലെ തന്നെ അവരുടെ പരസ്പര സൗഹാർദ്ദത്തോടു കൂടി പോകുന്ന ഒരു കാഴ്ചപ്പാടാണ് ഈ കൊച്ചു കേരളത്തിൽ. ലോകത്തിന് തന്നെ മാതൃകയായ മതസൗഹാർദ്ദത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായ അപ്രകാരം പുകൾപെറ്റ നാടാണ് ഈ കൊച്ചു കേരളം. അവിടേക്ക് ഈ പുതിയ വിൽപ്പന ചരക്ക്, വർഗീയത തിമിരം ബാധിച്ച ഒരു വിൽപ്പന ചരക്കുമായി എത്തിയാലും ഇവിടെ അത് വിജയിക്കില്ല. ആ സിനിമയിലൂടെ എന്താണ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും ഈ ഒരു പ്രമുഖ മതവിഭാഗം, ആ മതവിഭാഗത്തിൻ്റെ പേരിൽ കുടികൊള്ളുന്ന തീവ്ര ശക്തികളാണ് ന്യൂനപക്ഷത്തിൻ്റെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. എന്താണ് ഉദ്ദേശം? ഈ ന്യൂനപക്ഷത്തിൻ്റെ മതവികാരത്തെ തീവ്രമായി ഉയർത്തിക്കൊണ്ടുവന്ന് തീവ്ര ശക്തികൾക്ക് വേണ്ടി, തീവ്രവാദികൾക്ക് വേണ്ടി വിത്തും വളവും വെള്ളവും കൊടുത്താൽ ഒരു പ്രത്യേകത, അവർ അത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുമ്പോൾ അത് ഭൂരിപക്ഷത്തിൻ്റെ വികാരത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി തീർച്ചയായും തങ്ങൾക്ക് വളരാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നവരും വർഗീയതയുടെ മതതീവ്രവാദത്തിൻ്റെ മറ്റൊരു വശം തന്നെയാണ്. ന്യൂനപക്ഷങ്ങളുടെ ആയാലും ഭൂരിപക്ഷത്തിൻ്റെ ആയാലും മതതീവ്രവാദികൾ ഈ ഭാരതത്തിൽ, കേരളത്തിൽ തുലവും എണ്ണത്തിൽ കുറവാണ്. നാം ഒന്ന് ആലോചിച്ച് നോക്കിയേ.
32,000 പേരെയാണ് ISISലേക്കോ അല്ലെ അതുപോലുള്ള മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് കേരളത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്തിട്ടുള്ളത്. അല്ലെ കേരളത്തിൻ്റെ തൊട്ടടുത്തുള്ള കർണാടകത്തിലെ ഒരു പ്രത്യേക മാംഗ്ലൂരിൽ നിന്ന് റിക്രൂട്ട് ചെയ്തിട്ടുള്ളത് 32,000 ആണെന്നൊക്കെ കഥ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ട് ആ സിനിമയുടെ പ്രചാരകർക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു? 32,000 പെട്ടെന്ന് ഷൂ പോലെ വന്ന് ഉൽക്കകൾ മുകളിൽ നിന്ന് പതിക്കുന്ന പോലെ തന്നെ ഉൽക്കകൾ ഉത്ഭവിക്കുന്ന സമയത്ത് ഭീമാകാരമാണ്, താഴെ വരുമ്പോൾ വെറും ചാരമാണ്. ആ 32,000 എന്ന് പറയുന്ന തീവ്രവാദികൾ റിക്രൂട്ട് ചെയ്തവർ, കശാപ്പ് ചെയ്യാൻ കൊണ്ടുപോകുന്നവർ, ആ വനിതകൾ തീർച്ചയായും 3 കുറഞ്ഞിരിക്കുന്നു. 32,000-ൻ്റെ കണക്കെവിടെ? 3-ൻ്റെ കണക്കെവിടെ? ആ 3-ലേക്കും പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകാൻ പറ്റും. ഇവിടെ കേരളത്തിൽ 50 ലക്ഷത്തിലധികം യുവാക്കൾ, ഔദ്യോഗിക കണക്കനുസരിച്ചാണ്. യഥാർത്ഥ കണക്ക് അതിന് എത്രയോ വലുത്. കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്നവരാണ്. ഗൾഫ് രാജ്യങ്ങളിലടക്കം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. അവരവിടെ ജോലി ചെയ്യുന്നു, നാടിനെയും വീടിനെയും പുഷ്ടിപ്പെടുത്തുന്നു എന്നല്ലാതെ അവർ ആ പോകുന്ന പ്രദേശത്തെ മതമോ മത തീവ്രവാദമോ ഏറ്റെടുത്തുകൊണ്ടല്ല വരിക. എന്തിന്? ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏതാണ്ട് 1000-ഓളം വർഷക്കാലങ്ങൾ മുസ്ലിങ്ങൾ, മുഗൾ ചക്രവർത്തിമാർ അടക്കമുള്ളവർ ഭരിച്ച നാടാണ് ഭാരതം. ഇവിടെ ഭാരതം ഒരു ISIS നോക്കിയാലും ഏതാനും വിരലിലുണ്ടാവുന്ന മുസ്ലിം തീവ്രവാദികൾ നോക്കിയാൽ ഇവിടെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ കഴിയില്ല. അതിനെ ആഗ്രഹിക്കുന്നവരല്ല മുസ്ലിം ജനവിഭാഗങ്ങൾ പോലും. മുസ്ലിം ജനവിഭാഗങ്ങളിൽ വളരെ ചെറിയ ന്യൂനപക്ഷം വിരലിലുണ്ടാവുന്നവർ ആ തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്തു എന്ന് പറയുന്ന 2020 US-ൻ്റെ ഒരു കണക്കിൽ അവർ പുറത്തുവിട്ട കണക്കനുസരിച്ച് ഇവിടെ നിന്ന് 66 പേർ മാത്രമാണ് ഭാരതത്തിൽ നിന്ന് ഈ തീവ്രവാദ സംഘത്തിലേക്ക് പോയത്. ഭാരതത്തിലൊട്ടാകെ 28 സംസ്ഥാനങ്ങളിൽ നിന്ന് ആകെ വന്നത് 66 പേരാണ്. ലോകത്തോ 40,000 പേർ. 110 ലോക രാജ്യങ്ങളിൽ പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തി മതത്തെ ദുരുപയോഗം ചെയ്യാൻ കാവുന്നിടത്തോളം ചെയ്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രചരിപ്പിച്ച് ശ്രമിച്ചിട്ടും 40,000 പേരെ മാത്രമാണ് ആ തീവ്രവാദ സംഘത്തിന് അവരോടൊപ്പം അണിചേർക്കാൻ കഴിഞ്ഞത്. തീർച്ചയായും നാം ഇവിടെ കാണേണ്ട ഒരു കാര്യമുണ്ട്. അമേരിക്ക സദ്ദാം ഹുസൈനെതിരെ തിരിയുന്നത് ജൈവായുധമുണ്ട് എന്ന് പറഞ്ഞ് കള്ളപ്രചാരവേലയിലൂടെ ആ സദ്ദാം ഹുസൈനെ ഉന്മൂലനാശം വരുത്തി. നാം അറിയേണ്ടതുണ്ട്, ഇറാഖ് എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്ത് നിന്ന് ഉണ്ടായ തീവ്രവാദമാണ് പിന്നീട് ലോകത്തെമ്പാടും വ്യാപിച്ചതെന്ന് നമുക്കറിയാം, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഇതിൻ്റെ ഒരു അളവുകോലാണ്. തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ചൊടിപ്പിക്കുന്നത് എതിർ വിഭാഗങ്ങളെ ചൊടിപ്പിച്ചിട്ട് അവരെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് വരുത്തിയാൽ തീർച്ചയായും ഇവർക്ക് പ്രചണ്ഡമായ പ്രചരണം നടത്തി അവർക്ക് വളരാൻ കഴിയും എന്ന തെറ്റായ ഒരു ധാരണയാണ് അവരിൽ കുടികൊള്ളുന്നത്. അവരെ മഥിക്കുന്നത് അങ്ങനെയാണ്. ഒരു മതത്തിൻ്റെ പേരുള്ള രാഷ്ട്രവും ഒരു മതരാഷ്ട്രവും സ്ഥായിയായി നിലനിന്നിട്ടില്ല. ഒരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ഒരു മതത്തിനും കഴിഞ്ഞിട്ടില്ല. ലോക ചരിത്രത്തിൽ നമുക്കറിയാം, ഇന്ന് ഏറ്റവും പ്രമുഖമായൊരു മതം, ആ മതത്തിൻ്റെ പേരിലാണ് ലോകത്ത് ഏറ്റവും അധികം രാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്നത്. അതെല്ലാം മണ്ണോട് മണ്ണ് ചേർന്നില്ലേ? അത് മറ്റ് രാഷ്ട്രീയ സംവിധാനങ്ങളോട് വന്നില്ലേ? ഇപ്പോൾ നമുക്ക് അഫ്ഗാനിസ്ഥാനിൽ അതുപോലെ ഈ മുസ്ലിം മതത്തിൻ്റെ പേരിൽ രൂപം കൊണ്ടിട്ടുള്ള രാഷ്ട്രങ്ങൾ നോക്കിക്കേ, അന്ധഛിദ്രങ്ങളാണ്. എന്തിന് തൊട്ടടുത്ത പാകിസ്ഥാനെ നോക്കുക, ആ മത അധിഷ്ഠിതമായി പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെങ്കിൽ അവിടെ വന്നിരിക്കുന്ന അപജയമൊന്നും മനസ്സിലാക്കുക. ഒരേ സമയത്ത് സ്വാതന്ത്ര്യം കിട്ടുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ നമ്മൾ എവിടെ നിൽക്കുന്നു, അവരെവിടെ നിൽക്കുന്നു? തീർച്ചയായും ഒരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് മതം ഒരു ഘടകമല്ല, വിശ്വാസം ഒരു ഘടകമല്ല. ഞാൻ സൂചിപ്പിക്കുന്നത്, മതം എന്ന് പറയുന്നത് ഏത് സമയത്തും ഒരു മതത്തിൽ വിശ്വസിക്കുന്നയാളിന് മറ്റൊരു മതത്തിലേക്ക് മാറുവാൻ കഴിയും. അപ്പം മതം മാറാൻ കഴിയുന്ന ഒന്നാണ്. അങ്ങനെയെങ്കിൽ ഞാനൊരു സംശയം കൂടി ചോദിക്കുകയാണ്. അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ നാം എന്ത് ചെയ്യേണ്ടതുണ്ട്? മതം മാറാൻ കഴിയുമെങ്കിൽ മാറാൻ കഴിയാത്ത ഒന്നാണ് ഭാരതത്തിൽ വിളഞ്ഞ് പഴുത്ത് നിൽക്കുന്ന ഒന്നാണ് ജാതി എന്ന് പറയുന്ന ദുഷിച്ചു നാറിയ ഒരു സംവിധാനം. ആ സംവിധാനം ഒരു ജാതിയിൽ നിന്ന് മറ്റൊരു ജാതിയിലേക്ക് ആർക്കും മാറാൻ കഴിയില്ല. ആ ജാതി എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ ഏതോ ഘട്ടത്തിൽ നമ്മെ കാർന്നു തിന്നാൻ വേണ്ടി ഇവിടെ ജന്മം കൊണ്ട ഒരു മഹാവിപത്താണ്. അതിനെ ഒന്ന് ഉന്മൂലനാശം വരുത്തട്ടെ.
ആ ജാതീയ ഉന്മൂലനാശം വരുത്തിയിട്ട് ബാക്കി നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഈ മത തീവ്രവാദം, ഇപ്പോൾ ഭാരതത്തിലെ ഏറ്റവും വലിയ മതം ഹിന്ദു മതമാണ്. ഭാരതത്തിലെ ഹിന്ദുക്കളെല്ലാം ഹിന്ദു തീവ്രവാദികളാണോ? തീവ്രവാദികളല്ലേ അല്ല. ഭാരതത്തിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ആ ഭൂരിപക്ഷ മതമായ ഹിന്ദു മതത്തിൻ്റെ പേരിൽ ഇസ്ലാമുമായി പോരാട്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായും മുസ്ലിങ്ങളല്ല അതിനെ ഏറ്റവും അധികം ചെറുക്കുന്നത്. ജീവനും രക്തവും കൊടുത്ത് ആയുസ് കൊടുത്ത് അതിനെ ചെറുക്കുന്നത് ഹിന്ദുക്കൾ തന്നെയാണ് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ഈ ഹിന്ദുവിൻ്റെ പേരിലുണ്ടാകുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളെ ചെറുക്കുന്നത് ഹിന്ദുക്കൾ തന്നെയാണ്. അതാണ് ഇവിടുത്തെ ഈ ഭാരതത്തിൻ്റെ കേരളത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് അതാണ്. പക്ഷേ ഊതി വീർപ്പിച്ച് മറ്റൊരു രൂപത്തിൽ കൊണ്ടുവന്ന് മുതലെടുക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ ഹിറ്റ്ലർ എന്തോ ചെയ്തു എന്ന രീതിയിലേക്ക് ഇവിടെ ചില പ്രചരണങ്ങൾ നമുക്ക് നടന്നു വരികയാണ്. നമുക്കറിയാം ഹിറ്റ്ലർ ചെയ്തത്, ഹിറ്റ്ലർ നട്ടാക്കുറുക്കാത്ത നുണയാണ് പ്രചരിപ്പിച്ചത്. അതിനുവേണ്ടി തന്നെ ഒരു വകുപ്പും ഉണ്ടായിരുന്നു, ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു, നമുക്ക് ഗീബൽസ്. അതിനെ നമുക്കറിയാം. അവർ ചെയ്തിരുന്നത് ഓരോ അക്ഷരം പ്രതി അതിനെ അനുകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ ഫലമെന്ത്? ഹിറ്റ്ലർക്ക് എന്തു പറ്റി? ഹിറ്റ്ലർ യഹൂദന്മാരെ മുഴുവൻ ഉന്മൂലനാശം വരുത്താൻ ശ്രമിച്ചെങ്കിൽ, ലക്ഷോപലക്ഷം യഹൂദന്മാരെ ഉന്മൂലനാശം വരുത്താൻ ശ്രമിച്ചെങ്കിൽ ഇന്ന് എന്തു പറ്റി? യഹൂദന്മാരും ക്രൈസ്തവരും അത് മറന്ന് അവർ വീണ്ടും സാഹോദര്യത്തോടുകൂടി കഴിയുകയാണ്. ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നടന്നാണ് അവരത് മറന്നിരിക്കുന്നു. ഹിറ്റ്ലറുടെ ആശ എവിടെ പോയി? ഹിറ്റ്ലർ എവിടെ പോയി എന്ന് പറഞ്ഞതുപോലെ ഒരു മതത്തിൻ്റെയും തീവ്രവാദം ഒരിക്കലും എങ്ങും വിജയിക്കില്ല. അവർ മതവിശ്വാസികളല്ല, മതത്തെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അത് ഭാരതത്തിലെന്നല്ല, കേരളത്തിൽ ഒരു കാരണവശാലും വിലപ്പോവില്ല. പക്ഷേ ആ വിൽപ്പന ചരക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇത് വളർത്തിക്കൊണ്ട് വന്നാൽ തീർച്ചയായും കേരളത്തിൻ്റെ ഇപ്പം നിലനിൽക്കുന്ന ഒരു സമാധാന അന്തരീക്ഷം, സൗഹാർദ്ദപരമായ അന്തരീക്ഷം, ഇവിടുത്തെ മതസൗഹാർദ്ദം, കേരളത്തിൻ്റെ പുരോഗതി, കേരളത്തിൻ്റെ വളർച്ച ലോകത്തിനാകെ മാതൃകയായി വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത് അടക്കമുള്ള വിവിധ മേഖലകളിലുള്ള കേരളത്തിൻ്റെ വളർച്ച, അതിനെ അസൂയാലുക്കളായി കാണുന്നവർ അന്ധഛിദ്രം ഉണ്ടാക്കാൻ, മതത്തെ ഉപയോഗിക്കാൻ, മതത്തെ ആയുധമാക്കാൻ ശ്രമിക്കുന്നത് തിരിച്ചറിയാൻ കഴിവുള്ളവരാണ് കേരളത്തിലെ മലയാളികളായി കേരളത്തിൽ ജന്മം കൊണ്ടവർ എന്ന യാഥാർത്ഥ്യം ഈ വരുന്നവർ, ഈ കച്ചവടക്കാർ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ ഈ കൊച്ചു കേരളത്തെ ഉഴുതുമറിച്ച് പല മതസാരവുമേകം, എല്ലാ മതത്തിൻ്റെയും സാരം ഒന്നാണ്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന സിദ്ധാന്തം ഈ നാട്ടിലാകെ പ്രചരിപ്പിച്ച് ഈ മലയാളി സമൂഹത്തെ മുഴുവൻ ഉഴുതുമറിച്ചിട്ട ഒരു സാംസ്കാരിക മുന്നേറ്റവും അതേ തുടർന്നുണ്ടായ നവോത്ഥാന നായകന്മാർ ഇളക്കി മറിച്ച് ഉഴുതുമറിച്ചിട്ട ഈ കൊച്ചു കേരളത്തിൽ ഇത് വിലപ്പോവില്ല. ഈ ആയുധങ്ങളും ഈ പറഞ്ഞ ആയുധങ്ങൾ മറ്റു പല ദേശങ്ങളിൽ വിൽപ്പന നടത്തി വിജയിച്ചിട്ടുണ്ടാവാം. ഇവിടെ ഇത് വിജയിക്കില്ല, ഇത് ശാശ്വതമായി നിലനിൽക്കില്ല. ഇവിടെ മറ്റൊന്നുകൂടി സൂചിപ്പിക്കട്ടെ, മനുഷ്യനെ മനുഷ്യനായി കാണുന്നു പറയുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരവും ഇവിടെയുണ്ട്. ലോകത്തിന് മാതൃകയായി ബാലറ്റ് പേപ്പറിലൂടെ, തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം, ഒരു ഇടതുപക്ഷ സംസ്കാരം. ആ സംസ്കാരം എന്ന് പറയുന്നത് ജാതിയും മതവുമല്ല, മനുഷ്യനും മർമ്മപ്രധാനമായ കാര്യം എന്താണ്? ഇപ്പം മതത്തിൻ്റെ പേര് പറയുന്നവർ, മുസ്ലിമിൻ്റെ പേര് പറഞ്ഞ് തീവ്രവാദത്തിൽ ഇറങ്ങിത്തിരിക്കുന്നവർ, ഹിന്ദുവിൻ്റെ പേര് പറഞ്ഞ് തീവ്രവാദ പ്രസ്ഥാനവുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നവർ, ആ മുസ്ലിം വിഭാഗത്തിൽ, ആ ഹിന്ദു വിഭാഗത്തിൽ ഉള്ള യുവജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കട്ടെ. അവർക്ക് വേണ്ടത് ഇന്ന് തൊഴിലാണ്, ആഹാരമാണ്, പോഷകാഹാരമാണ്, ആരോഗ്യമാണ്. അവർക്ക് നല്ല റോഡുകളാണ് വേണ്ടത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് വേണ്ടത്. അവർക്ക് തീർച്ചയായും അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റണം. നിസ്സാരം കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ പല സംസ്ഥാനങ്ങളിലും പൊതു സ്ഥലങ്ങളെ വേണം, അല്ലെങ്കിൽ റെയിൽവേ ലൈനിലെ വേണം കക്കൂസിന് പകരം ഉപയോഗിക്കുവാൻ. ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തട്ടെ, അതിന് ശ്രമിക്കട്ടെ എന്ന് മാത്രമല്ല, ആ മതം ഇപ്പോൾ ഹിന്ദു മതത്തെ ആയാലും ഇസ്ലാം മതത്തെ ആയാലും ആ മതത്തെക്കുറിച്ച് പഠിപ്പിക്കട്ടെ, മതപഠനം നടത്തട്ടെ. ഒരു മതങ്ങളും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി രൂപം കൊണ്ടവരാണ്. അത് മറ്റു പലരും ആയുധങ്ങളായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നെങ്കിലും മതങ്ങളൊക്കെ തന്നെ അവർക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, തിന്മയെ നന്മ ജയിക്കുന്നതാണ്. അതിൻ്റെ സന്ദേശമാണ് ഓരോ ചെറു കഥകളിലും അവിടെ രൂപപ്പെടുന്നത്. ഓരോ കഥകളിലും രൂപപ്പെടുന്നത് തിന്മയെ
നന്മ ജയിക്കുന്ന കഥകളാണ്. അങ്ങനെ നന്മയുടെ ഒരു സന്ദേശം, വളർച്ചയുടെ ഒരു സന്ദേശം, ഉയർച്ചയുടെ ഒരു സന്ദേശം, മാനവരാശിയുടെ ക്ഷേമത്തിൻ്റെ ഒരു സന്ദേശം അത് ഉൾക്കൊള്ളുന്ന മതങ്ങളെ ദുരുപയോഗം ചെയ്യാൻ അനുവദിക്കാതിരിക്കേണ്ടത് ആ മതവിഭാഗങ്ങളിൽപ്പെടുന്ന അതാത് മതവിഭാഗങ്ങളിൽപ്പെടുന്ന ഭൂരിപക്ഷം ജനങ്ങളുടെയും ആവശ്യമാണ്. മതമല്ല നമുക്ക് പ്രശ്നം. നമ്മുടെ വിശപ്പാണ് നമ്മുടെ പ്രശ്നം, നമ്മുടെ തൊഴിലാണ് നമ്മുടെ പ്രശ്നം, നമ്മുടെ നാടാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് ലഭിച്ച ഈ ആയുസ് അത് തീരുന്നിടം വരെ പരമാവധി സന്തോഷത്തോടെ സൗഖ്യത്തോടെ ആഹ്ലാദിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കലാണ് നമ്മുടെ ആവശ്യം. അതിനാണോ ശ്രമിക്കുന്നത്? അതിനു പകരം മതത്തിൻ്റെ പേര് പറഞ്ഞു വരുന്നവർ, മതത്തിൻ്റെ പേര് പറഞ്ഞ് ഗോഗ്വാവിളി നടത്തുന്നവർ, മതത്തിൻ്റെ പേര് പറഞ്ഞ് കണ്ണീരുമായി വരുന്നവർ, സഹതാപ തരംഗമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ അവർക്ക് വിജയിക്കാൻ കഴിയുന്നതല്ല. ദി കേരള സ്റ്റോറി ആയാലും ശരി, ദി ട്രൂ സ്റ്റോറി എന്ന് പറഞ്ഞ് വന്നാലും ശരി, സിനിമയല്ല ഇനി ഇതിനപ്പുറത്തേക്ക് കടന്നു വന്നാലും ശരി, ഈ കൊച്ചു കേരളത്തിൽ അത് വിജയിക്കില്ല. നമുക്ക് വേണ്ടത് അതല്ല. സിനിമയിലൂടെ വന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞാൽ ആ സിനിമ കാണാൻ ഒരുപക്ഷെ ആൾക്കാരുണ്ടായ വിവാദം എന്താണെന്നറിയാൻ കണ്ടെന്ന് വരാം. അതിനപ്പുറത്തേക്ക് അതിവിടെ വിജയിക്കില്ല, വിൽപ്പനച്ചരക്ക് ഈ കൊച്ചു കേരളത്തിൽ വിജയിക്കില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചെറു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഞാൻ അഡ്വക്കേറ്റ് KN മോഹൻദാസ്.